ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് ആ ഡെസ്റ്റിനിയിൽ എത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് ഈ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ സ്റ്റോറിയുമായിട്ടാണ് കടന്നു വരുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് വികസനം തീരെ ഏശിയിട്ടില്ലാത്ത ഒരു ഗ്രാമം. മറ്റ് നാടുകളിൽ കുറച്ചൊക്കെ വികസനം ഉണ്ടെങ്കിൽ അത് ഒരു കുഗ്രാമമായിരുന്നു. അവിടെ ഗ്രാമീണ ജനതയായിരുന്നു. അവർ സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആ നാട്ടിൽ ജലക്ഷാമം നേരിട്ടു. ഈ ജലക്ഷാമം പരിഹരിക്കാൻ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആരോ ചിലർ സൂചിപ്പിച്ചു, ഒരു 10 കിലോമീറ്ററുകൾക്കപ്പുറം ഒരു പുഴയുണ്ട്, അതാണ് ആകെ വെള്ളത്തിൻ്റെ സോഴ്സ്. ആര് പുഴയിൽ നിന്ന് വെള്ളം എത്തിക്കും എന്നതാണ് ചോദ്യം. ഏതായാലും ആര് വെള്ളം എത്തിച്ചാലും ഒരു ബക്കറ്റിന് 10 രൂപ നിരക്കിൽ അന്നത്തെ നാണയം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു യുവാവ് റെഡിയായി വന്നു. നാട്ടുകാർക്കറിയാം, അധ്വാനശീലനായ യുവാവാണ്, മാതൃകാ യുവാവാണ്. അദ്ദേഹത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. മറ്റ് 3 യുവാക്കളും കൂടി ഇതിനു വേണ്ടി, ആ 3 യുവാക്കൾ മടിയന്മാരായിരുന്നു. നാട്ടിൽ നമ്മൾ RPT കമ്പനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത മടിയന്മാരായ 3 യുവാക്കൾ ഇതിന് മുന്നോട്ട് വന്നു. ഇവർക്കറിയാമായിരുന്നു ഈ 3 യുവാക്കളെ കൊണ്ട് ഒരിക്കലും ഈ പദ്ധതി നടക്കില്ല. അവർ വെറുതെ ഏറ്റെടുക്കുകയാണ്. അവർ പകല് കിടന്നുറങ്ങി രാത്രി അലയുന്ന വിഭാഗമായിരുന്നു. ഏതായാലും നമ്മുടെ ആദ്യത്തെ യുവാവ് പണി തുടങ്ങി. ആവശ്യമായ ബക്കറ്റും മായിട്ട് പുഴയിലോട്ട് പോയി. തൻ്റെ ഭാര്യയെയും മക്കളെയും കുട്ടികളെയും എല്ലാം കൂട്ടി ഓരോ ബക്കറ്റ് വെള്ളം മുക്കിക്കൊടുത്ത് ഓരോ വീട്ടുകാർക്ക് കൊടുത്തു. ഏതായാലും ഒരു ദിവസം 10 വീടുകൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എങ്കിലും ഈ കിട്ടിയ വെള്ളം വളരെ അമൂല്യമായിരുന്നു. 10 രൂപ 10 നാണയം വെച്ച് കിട്ടി. അങ്ങനെ ക്രമേണ മാസം 1 കഴിഞ്ഞു. കുറേശ്ശെ വീടുകൾക്കൊക്കെ വെള്ളം കിട്ടിത്തുടങ്ങി. ഏതായാലും ഇയാൾ പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി, ഇവനെ കണ്ടു പഠിക്കുക, ഇവനാണ് മാതൃക, ഇവനെ പോലെ ആകണം എന്ന് മക്കൾക്ക് ഉപദേശം നൽകി. അങ്ങനെ അപ്പോഴും നമ്മളെ 3 യുവാക്കളെ കാണുന്നില്ല, നാട്ടിൽ നിന്ന് തന്നെ കാണുന്നില്ല. ഒരു ദിവസം പുഴക്കരിയിൽ അവർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചത്, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക? അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. ഏതായാലും പിന്നെ ഒരു 5-6 മാസത്തിന് ശേഷം രാത്രി സമയത്ത്, അല്ലെങ്കിൽ രാവിലെയോട് അടുത്ത സമയത്ത് പല കാര്യങ്ങളും അവർ ചെയ്യുന്നതായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ നാട്ടുകൾക്ക് അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നത്. ഇവർ മറുപടിയും പറയുന്നില്ല. അങ്ങനെ കാലം കുറെ കഴിഞ്ഞ് ഏകദേശം 1 വർഷമായപ്പോഴേക്കും ഈ അധ്വാനിക്കുന്ന യുവാവ് വെള്ളം കൊടുന്ന് ഏകദേശം ആരോഗ്യമായി മോശമായിക്കൊണ്ടിരിക്കുക. കാരണം കഠിനാധ്വാനം ചെയ്യണം. സ്വന്തം ഫാമിലി വരെ കഠിനാധ്വാനം ചെയ്താണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ സാമ്പത്തികമായി പച്ച പിടിച്ചു വരികയാണ്. പക്ഷേ നാട്ടിൽ ജലക്ഷാമം പൂർണ്ണമായിട്ട് പരിഹരിച്ചില്ല, എങ്കിലും ക്രമേണ പരിഹരിച്ചു വരുന്ന അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് 1 വർഷത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഓരോ വീടുകൾക്ക് മുമ്പിലും ഓരോ ടാപ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ യുവാക്കളുടെ ജോലി ഈ 1 വർഷമായിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ച്, മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എത്തിക്കുന്ന പദ്ധതിയായിരുന്നു അവർ നടപ്പിലാക്കുന്നത്. ഇത് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച നാട്ടുകാർ എതിർക്കും എന്നതുകൊണ്ട്, നാട്ടുകാർക്ക് ഇത്തരം വികസനം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ, എതിർക്കുമെന്നതുകൊണ്ട് തന്നെ ഇവർ രഹസ്യമായി രാത്രി സമയത്താണ് ഇവർ സംവിധാനം ഒരുക്കിയത്, അവന് സൗകര്യങ്ങൾ ഒരുക്കിയത്, അതിന് ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചത് പോലും ഈ രാത്രി സമയത്താണ്. 1 വർഷം കൊണ്ട് അവരെ പദ്ധതി പൂർത്തിയാക്കി. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നാട്ടുകൾക്ക് നിറയെ വെള്ളം കിട്ടി. ആവശ്യമായ മാത്രമല്ല, വളരെ കുറഞ്ഞ റേറ്റിൽ വെള്ളം കൊടുക്കാൻ സാധിച്ചു. ഇതാണ് മാറ്റം. നമ്മൾ മാറിയില്ലെങ്കിൽ കാലം നമ്മളെ മാറ്റും. ഈ 3 യുവാക്കൾ മടിയന്മാരായിരുന്നെങ്കിലും പിന്നെ മാതാപിതാക്കൾ പറയാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ കണ്ടു പഠിക്കുക.
അവർ തന്നെ തിരിച്ചു പറയാൻ തോന്നി. കാലത്തിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചില്ലെങ്കിൽ കാലത്ത് ഒപ്പമെങ്കിലും സഞ്ചരിക്കാം, മാറ്റം ഉൾക്കൊള്ളണം. മാറ്റമാണ് ലോകത്ത് മാറ്റമില്ലാതെ നടക്കുന്ന ഒരു മാറ്റം. ഓക്കെ, നമുക്ക് പുതിയ ഒരു സ്റ്റോറിയുമായി ഉടനെ വരാം. ഇത്തരം വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ.